തദ്ദേശ പോരിന് കച്ചമുറയ്ക്ക് മുന്നണികൾ കൊഴിഞ്ഞുപോക്കുകളുടെ കൂടിച്ചേരലുകളുടെ ഒക്കെയായി തെരഞ്ഞെടുപ്പ് രംഗം സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ റീജിയനിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള CPM-ന്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. 75 സീറ്റിൽ CPM-ഉം 17 സീറ്റിൽ CPI-യും മത്സരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. CPM-ന്റെ 3 ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കാനും ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമായി. അതിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് പാലോട് കമ്മിറ്റി കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിലെ അതൃപ്തി ആണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സുനിൽ ഐസക് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുനിൽ, സീറ്റ് വിഭജന ചർച്ചകളെല്ലാം പൂർത്തിയാക്കുന്നു. LDF തീരുമാനത്തിലേക്ക് എത്തി. ഒപ്പം തന്നെ കോൺഗ്രസ് ചെറിയൊരു സമ്മർദ്ദത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. കാരണം അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് മുന്നണികൾ ഒരുങ്ങുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ റെക്കോർഡ് വേഗതയിലായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചാരണ പ്രവർത്തനങ്ങളുമൊക്കെ. അത് പലപ്പോഴും അത്ഭുതകരമായ കാര്യമെന്ന നിരക്കാണ് അതിനെ നോക്കിക്കാണുകയൊക്കെ ചെയ്തിരുന്നത്. എന്തായാലും കെ മുരളീധരന്റെ നേതൃത്വത്തിൽ പൊടുന്നതിന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവുന്നു. അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. സ്ഥാനാർത്ഥികളൊക്കെ വീട് കയറിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ കെ മുരളീധരന്റെ ജാഥ 101 വാർഡുകളിലൂടെ കടന്നു പോകുന്ന ജാഥയ്ക്കൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ആദ്യത്തെ കല്ലുകടി ഉണ്ടായിരിക്കുന്നത്. അതും KPCC ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ കല്ലുകടി ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിലെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള മണക്കാട് സുരേഷ്, അദ്ദേഹത്തിനായിരുന്നു നിയമസഭാ മണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ നേമം മണ്ഡലത്തിൻ്റെ ചുമതല നൽകിയിരുന്നത് അദ്ദേഹത്തിനായിരുന്നു. അതിൻ്റെ കോർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു മണക്കാട് സുരേഷ് ഇന്ന് ഉച്ചയോടുകൂടി രാജിവെച്ചിരിക്കുന്നു. രാജി KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഒക്കെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില അതിർത്തികളാണ് ഈ രാജിയിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നേമം ഷജീറിനെയാണ്. അവിടെ GV ഹരി എന്ന് പറയുന്ന നേതാവിനെയായിരുന്നു മണക്കാട് സുരേഷ് പിന്തുണച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ സുരേഷിന്റെ രാജി കൊണ്ടത് തീരുമോ എന്നുള്ളതാണ്. ആ പ്രതിഷേധം സുരേഷിന്റെ, അതായത് ഒരാളുടെ മാത്രമായിട്ട് ആകാൻ സാധ്യതയില്ലല്ലോ. കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അതൃപ്തി പുകയുന്നത് അത് ഗുണം ചെയ്യില്ല. നേരത്തെ തന്നെ പ്രചാരണം ശക്തമാക്കാൻ ആരംഭിച്ചു, ഇല്ലെങ്കിൽ പ്രചാരണത്തിലേക്ക് കോൺഗ്രസ് കടന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം ഇല്ലാതാക്കുന്നത് പോലെയല്ല ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങൾ. കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല തന്നെ. കാരണം എന്തായാലും ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം വളരെ സജീവമായി തന്നെ അണിയറയിൽ നടക്കുന്നുണ്ട്. അത് KPCC പ്രസിഡന്റ് തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് DCC യോഗമുണ്ടായിരുന്നു. ആ യോഗം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു രാജ്യപ്രഖ്യാപനം അദ്ദേഹം നടത്തുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം ഇപ്പോഴും DCCയുടെ കോർ കമ്മിറ്റി അംഗമാണ് മണക്കാട് സുരേഷ്. മാത്രമല്ല അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയുമാണ്. ഈ 2 സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിട്ടില്ല. ഇപ്പോൾ അതൃപ്തി പ്രകടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും നിലവിൽ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഈ പ്രചാരണ രംഗത്ത് ഒരു പിടി മുന്നിൽ പോയിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം വാർത്തകൾ പോലും അല്ലെങ്കിൽ ഇത്തരം രാജികൾ അതൃപ്തികളൊക്കെ വലിയ തിരിച്ചടിയാകുമെന്ന പൊതുവായ ഒരു വികാരം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള തിരക്കിട്ട ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും പ്രശ്നം പരിഹരിച്ച് കോൺഗ്രസ് ഒന്നിച്ചു പോകുമോ അതെയോ സാധാരണഗതിയിലെ പോലെ വലിയ വിവാദങ്ങളും പൊട്ടിത്തെറികളും ഒക്കെയായി വരും ദിവസങ്ങൾ കൂടുതൽ സംഘർഷഭരിതമാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. സുനിൽ, മാത്രമല്ല LDF-നെ സംബന്ധിച്ച് കോർപ്പറേഷൻ വലിയ ശക്തമായ പോരാട്ടം നടക്കുന്നു. കോൺഗ്രസ് കൂടി രംഗത്തേക്ക് ഇത്ര ശക്തിയോടെ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഒരു ത്രികോണ മത്സരമൊക്കെ കോർപ്പറേഷനെ സംബന്ധിച്ചുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഏതൊക്കെ ഭാഗങ്ങളിലാണ് LDF കേന്ദ്രീകരിക്കുന്നത്? എങ്ങനെയാണ് സീറ്റ് വിഭജനം നടന്നിരിക്കുന്നത്? LDF-നെ സംബന്ധിച്ച് ഇത്തവണ തലസ്ഥാനം നിലനിർത്തുക എന്നുള്ളൊരു ശ്രമം തന്നെയാണ് LDF നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ തിരക്കിട്ട നീക്കങ്ങളാണ് LDF നടത്തുന്നത്. ഇന്ന് രാവിലെ CPM-ന്റെ ജില്ലാ നേതൃയോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗവും നടന്നു. അതിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊരു ഏകദേശ ധാരണയായിട്ടുണ്ട്. കാരണം സീറ്റ് വിഭജനമൊക്കെ ഏറെക്കുറെ LDF-ലും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത്
ഒന്നോ രണ്ടോ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ചില സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് CPM-നെ സംബന്ധിച്ച് CPM ഒരു സ്ഥാനാർത്ഥി പാനൽ, ഒരു അന്തിമ പട്ടിക ആയിരിക്കുന്നുണ്ട്. 3 ഏരിയ സെക്രട്ടറിമാരടക്കം വലിയൊരു മുതിർന്ന നേതാക്കളുടെ നിര തന്നെ ഇത്തവണ CPM-ന് വേണ്ടി കളത്തിലുണ്ടാകും. കാരണം എന്ത് വില കൊടുത്തും കോർപ്പറേഷൻ ഭരണം നിലനിർത്തണം. കാരണം തലസ്ഥാന നഗരമാണ്. തലസ്ഥാന നഗരത്തെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. സ്വാഭാവികമായും അതുകൊണ്ട് അത് നിലനിർത്തുക എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. മറുഭാഗത്താകട്ടെ BJP അവരും ഇത്തവണ കോർപ്പറേഷൻ പിടിച്ചെടുക്കണമെന്നുള്ള ഒരു രാഷ്ട്രീയ ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അതിൻ്റെ ചുമതലക്കാരനായി ഇപ്പോൾ രംഗത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥയ്ക്കൊക്കെ ഇന്നലെ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും 3 മുന്നണികളും വളരെ സജീവമായി രംഗത്തുണ്ട്. അതുകൊണ്ട് ഇത്തവണ ശക്തമായൊരു ത്രികോണ മത്സരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെയൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കിയാൽ കോൺഗ്രസ് വലിയ ദുർബലമായിരുന്നു. ഓരോ സമയത്തും കോൺഗ്രസ് താഴേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പലപ്പോഴും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അത്ര ഗൗരവത്തോടുകൂടി കരുതുന്നില്ല എന്ന തരത്തിൽ പോലും. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ആദ്യമേ തന്നെ കളത്തിലിറങ്ങിയിട്ടുണ്ട്, പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു തർക്കം, അഭിപ്രായ വ്യത്യാസം